നമസ്കാരം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? കേരളത്തെക്കുറിച്ചറിയാനുള്ള ഈ ക്വിസിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാ: കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? അത് എളുപ്പമുള്ള ചോദ്യമാണല്ലോ. നവംബർ 1. കൃത്യം, നവംബർ 1. അതെ, 1956 നവംബർ 1-നാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമമനുസരിച്ചാണ് നമ്മൾ ആ ദിവസം കേരള പിറവി ആഘോഷിക്കുന്നത്. കൊള്ളാം. അപ്പോ അടുത്ത ചോദ്യം: 1956-ൽ, അതായത് കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? ഇന്നത്തെ അത്രയും ഇല്ലായിരുന്നു അല്ലേ? ഇല്ലില്ല, അന്ന് വെറും 5 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. വെറും 5? അതെ. ഏതൊക്കെയായിരുന്നു അത്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, പിന്നെ 5-മത്തേത് മലബാർ. ആഹാ, മലബാർ. അപ്പോ ഈ ഇന്നത്തെ വടക്കൻ ജില്ലകളൊക്കെ? അതെ, പിന്നീട് ആ മലബാർ ജില്ലയെ വിഭജിച്ചാണ് ഇന്നത്തെ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളൊക്കെ രൂപീകരിക്കുന്നത്. ആഹാ, നിങ്ങളുടെ തലച്ചോറൊരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണല്ലോ. എല്ലാ ഉത്തരങ്ങളും റെഡി. എന്നാ പിന്നെ അടുത്തതിലേക്ക് പോകാം. റെഡി? ഓക്കേ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമേതാണ്? ഇത് മിക്കവർക്കും അറിയാമായിരിക്കും. അതെ, അത് ആനയാണ്. നമ്മുടെ ഇന്ത്യൻ ആന. ശരി. അതിനെപ്പറ്റി വേറെന്തെങ്കിലും? ഉണ്ട്. ഇന്ത്യൻ ആനയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായും അതിനെ കണക്കാക്കുന്നുണ്ട്. ഓഹോ, അത് പുതിയൊരറിവാണല്ലോ. ദേശീയ പൈതൃക മൃഗം. കൊള്ളാം. കേട്ടോ കൂട്ടുകാരെ, നമ്മുടെ ഈ വിവരങ്ങൾ ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ ഒരു ലൈക്ക് തന്നേക്കോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരുപാട് നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതെ, തീർച്ചയായും. അപ്പോ അടുത്ത ചോദ്യം: മൃഗം കഴിഞ്ഞാൽ പിന്നെ മത്സ്യം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? അത് കരിമീനാണ്. കരിമീൻ പൊരിച്ചത് ഓർമ്മ വന്നു. അതെ, ഇതിന് ശാസ്ത്രീയമായി എട്രോപ്ലസ് സുരറ്റൻസിസ് എന്നാണ് പേര്. പിന്നെ പേൾ സ്പോട്ട് എന്നും പറയാറുണ്ട്. പേൾ സ്പോട്ട്. കൊള്ളാം. ഇനി അടുത്തത് നമ്മുടെ ഔദ്യോഗിക പക്ഷി. അത് മലമുഴക്കി വേഴാമ്പലാണ്. ഗ്രേറ്റ് ഹോൺബിൽ. ആഹാ, മലമുഴക്കി വേഴാമ്പൽ കാണാൻ നല്ല ഗാംഭീര്യമുള്ള പക്ഷിയല്ലേ? അതെ, വളരെ വലുപ്പമുള്ള ഒരു വേഴാമ്പലാണിത്. അതിന്റെ പ്രധാന ആഹാരം പഴങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോ മൃഗമായി, മത്സ്യമായി, പക്ഷിയായി. ഇനി വൃക്ഷം. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? അത് നമ്മുടെ സ്വന്തം തെങ്ങ് തന്നെ. തെങ്ങ്, കൽപ്പവൃക്ഷം അല്ലേ? അതെ, കൽപ്പവൃക്ഷം എന്ന് തന്നെയല്ലേ പറയുന്നത്. കാരണം തെങ്ങിന്റെ ഒരു ഭാഗം പോലും നമുക്ക് ഉപയോഗമില്ലാത്തതായിട്ടില്ല. എല്ലാം ഉപകാരപ്രദം. ശരിയാണ്, അത് 100% ശരിയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും. അടുത്തത് നമ്മുടെ ഔദ്യോഗിക പുഷ്പം. ഇത് വിഷുകാലത്തൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഏതാണത്? കണിക്കൊന്ന, ആ മഞ്ഞപ്പൂക്കൾ. അതെ, കണിക്കൊന്ന. വിഷുക്കണിക്കിത് നിർബന്ധമാണല്ലോ. അതെ, വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന. അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പം. കണിക്കൊന്ന പോലെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിറയെ അറിവുകൾ പൂക്കട്ടെ. യെസ്, നമ്മൾ 14 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്തതിലേക്ക് പോകാം. ശരി. കേരളത്തിലെ ഔദ്യോഗിക പാനീയം ഏതാണ്? പാനീയം, അത് ഇളനീരാണ്. ഇളനീർ. നല്ല തണുത്ത ഇളനീർ. അതെ, ഇളനീരിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ധാരാളം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. നല്ലൊരു നാച്ചുറൽ എനർജി ഡ്രിങ്കാണ്. ശരിയാണ്. ഇനി നമുക്ക് ജില്ലകളിലേക്ക് തിരിച്ചുവരാം. തുടക്കത്തിൽ 5 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ആകെ എത്ര ജില്ലകളുണ്ട്? ഇപ്പോഴാകെ 14 ജില്ലകളാണുള്ളത്. 14? അതെ. അവസാനമായിട്ട് രൂപീകരിച്ചത് ഏതൊക്കെയാണെന്നറിയുമോ? ഏതൊക്കെയാണ്? 1982-ൽ പത്തനംതിട്ടയും പിന്നെ 1984-ൽ കാസർഗോഡും. ഓക്കെ, 82-ൽ പത്തനംതിട്ട, 84-ൽ കാസർഗോഡ്. അപ്പോൾ ഈ 14 ജില്ലകളില് ഏറ്റവും ചെറുതേതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ. അതെ, നമ്മുടെ കിഴക്കിന്റെ വെനീസ്. കിഴക്കിന്റെ വെനീസ്, ശരിയാണ്. അപ്പോൾ ഏറ്റവും ചെറുത് ആലപ്പുഴ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ. ഇനി ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇതിലൊരു മാറ്റം ഈയിടെ വന്നുവെന്ന് പറഞ്ഞല്ലോ. അതെ, കുറച്ചുകാലം പാലക്കാടായിരുന്നു വലുത്. പക്ഷേ 2023-ൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ചു ഭാഗങ്ങൾ ഇടുക്കിയോട് ചേർത്തപ്പോൾ ഇടുക്കി വീണ്ടും 1-ാം സ്ഥാനത്തായി. ആഹാ, അപ്പോ ഇപ്പൊ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അതെ, ഇടുക്കി. നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി അവിടെയാണ്. പിന്നെ വലിയ ആർച്ച് ഡാമും.
ശരി ശരി. ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് പോയാലോ? ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷമേതാണ്? അത് 1957 ഏപ്രിൽ മാസം 5-ാം തീയതി. 1957 ഏപ്രിൽ 5. എന്തായിരുന്നു ആ മന്ത്രിസഭയുടെ പ്രത്യേകത? അത് ചരിത്രപ്രധാനമാണ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു അത്. കൊള്ളാം. അപ്പോ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. EMS. അദ്ദേഹത്തെക്കുറിച്ച് വേറൊരു കാര്യം കൂടെ ലിസ്റ്റിലുണ്ടല്ലോ. ആർട്ടിക്കിൾ 356. ആ, അത് ശരിയാണ്. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356, അതായത് രാഷ്ട്രപതി ഭരണം, അതുപയോഗിച്ച് പുറത്താക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. ഓഹോ, അത് 1959 വിമോചന സമരത്തിന് ശേഷമാണല്ലേ? അതെ അതെ. ശരി. അപ്പോൾ ആദ്യ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? ആദ്യത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആർ ശങ്കർ ആയിരുന്നു. ആർ ശങ്കർ. അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയുമായിട്ടുണ്ട്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ പ്രമുഖനായിരുന്നു. ഓക്കെ. ഇനി ആദ്യത്തെ ഗവർണർ, സംസ്ഥാനം രൂപീകരിച്ച ശേഷം ആദ്യമായി വന്ന ഗവർണർ? അത് ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു. ശരി. സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞ ശേഷം ചുമതലയേറ്റ ആദ്യ ഗവർണർ? അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത്, അതായത് 1956 നവംബർ 1 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉപരാഷ്ട്രപതിയോ? അത് ഡോക്ടർ S രാധാകൃഷ്ണനായിരുന്നു. ഡോക്ടർ S രാധാകൃഷ്ണൻ. അതെ. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായില്ലേ? ശരിയാണ്. അധ്യാപക ദിനമായി നമ്മൾ ആചരിക്കുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനം. ഓക്കേ, ഇനി നമുക്ക് നദികളിലേക്ക് വരാം. കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്? ആകെ 44 നദികളാണുള്ളത്. 44. ഇതിലൊരു കണക്കുണ്ട്. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴകളെയാണ് നമ്മൾ ഈ ഗണത്തിൽ പെടുത്തുന്നത്. ഓക്കെ, അപ്പം 44 നദികൾ. ഇതിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ്. പെരിയാർ. ഏകദേശം എത്ര നീളം വരും? ഏതാണ്ട് ഒരു 244 കിലോമീറ്റർ വരും. 244 കിലോമീറ്റർ. കൊള്ളാം. അപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ നദിയോ? ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ. ഇതെവിടെയാണ്? ഇത് കാസർഗോഡ് ജില്ലയിലാണ്, നമ്മുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല. ഓക്കെ, കാസർഗോഡ്. ശരി. ഈ നദികളിൽ മിക്കതും പടിഞ്ഞാറോട്ടാണോ ഒഴുകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. ആകെ 44 നദികളിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതായത് അറബിക്കടലിലേക്കാണ് ചെന്നുചേരുന്നത്. അപ്പോ ബാക്കി 3 എണ്ണം? ബാക്കി 3 എണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കബനി, ഭവാനി, പിന്നെ പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. ഇവ എങ്ങോട്ടാണ് പോകുന്നത്? ഇവ മൂന്നും കാവേരി നദിയുടെ പോഷക നദികളാണ്. അവസാനം ബംഗാൾ ഉൾക്കടലിലാണ് എത്തുന്നത്. ഹായ് കൂട്ടുകാരെ, എങ്ങനെ പോകുന്നു? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നുണ്ടോ? നിങ്ങളിപ്പോ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു, അല്ലേ? തുടർന്നങ്ങോട്ടും ശ്രദ്ധിച്ചിരിക്കണേ. അതെ, ഇനിയും നിറയെ വിവരങ്ങൾ വരാനുണ്ട്. അപ്പോ നദികളുടെ കാര്യം പറഞ്ഞു. ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അത്. ഏറ്റവും നീളം കുറഞ്ഞതായി പറഞ്ഞില്ലേ, അതുതന്നെയാണ് വടക്കേ അറ്റത്തും, മഞ്ചേശ്വരം പുഴ. ഓ, ശരി ശരി. ഏറ്റവും നീളം കുറഞ്ഞതും ഏറ്റവും വടക്കുള്ളതും മഞ്ചേശ്വരം പുഴ. അതെ, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ടൗണിലൂടെ ഒഴുകുന്നു. അപ്പോ തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? തെക്കേ അറ്റത്തുള്ളത് നെയ്യാറാണ്. നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലല്ലേ? അതെ, തിരുവനന്തപുരത്തിനടുത്തുള്ള നെയ്യാർ ഡാമൊക്കെ ഈ നദിയിലാണ്. ശരി. നദികൾ കഴിഞ്ഞാൽ പിന്നെ കായലുകൾ. കേരളത്തില് ആകെ എത്ര കായലുകളുണ്ട്? കായലുകൾ ആകെ 34 എണ്ണമാണുള്ളത്. 34. ഇതിൽ ഒരു 27 എണ്ണം കുറച്ചു വലിയ കായലുകളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കേ. ഈ 34 കായലുകളിൽ ഏറ്റവും വലുതേതാണ്? ഏറ്റവും വലുത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്. ഇതെവിടെയൊക്കെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഇത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് നീണ്ടുകിടക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തടാകം ലേക്ക് കൂടിയാണ് വേമ്പനാട്. ഓഹോ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത്. നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടെയാണല്ലോ, അല്ലേ? അതെ, പ്രസിദ്ധമായ നെഹ്റു ട്രോഫി നടക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അപ്പോ ഏറ്റവും ചെറിയ കായലോ? ഏറ്റവും ചെറിയ കായൽ ഉപ്പളക്കായലാണ്. അതും കാസർഗോഡ് ജില്ലയിൽ തന്നെ. ഉപ്പളക്കായൽ, കാസർഗോഡ്. ശരി. ഇനി ശുദ്ധജല തടാകങ്ങളെക്കുറിച്ച് ചോദിക്കട്ടെ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട. ഇതിനെ റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ടല്ലോ. അതെ, അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാനുള്ള റാംസർ ഉടമ്പടി പ്രകാരം അംഗീകരിക്കപ്പെട്ട സ്ഥലമാണിത്. അതുകൊണ്ട് ശാസ്താംകോട്ട വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ.
അപ്പോ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും ചെറുത് പൂക്കോട് തടാകമാണ്, വയനാട്ടിലാണ്. പൂക്കോട് തടാകം, വയനാട്. ഇതൊരു പ്രകൃതിദത്ത തടാകമാണല്ലേ? അതെ, വയനാട്ടിലെ മലനിരകൾക്കിടയിലുള്ള ഒരു നാച്ചുറൽ ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഈ പൂക്കോട് തടാകത്തിന് വേറെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം കൂടിയാണ്. ഓ, അതാണല്ലേ അവിടുത്തെ തണുപ്പിനും വെള്ളത്തിന്റെ ശുദ്ധിക്കും കാരണം. അതെ, നല്ല ഉയരത്തിലായതുകൊണ്ട് തണുപ്പും ശുദ്ധജലവുമാണ്. ഇനി നമുക്ക് റെയിൽവേയിലേക്കൊന്ന് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. കൊല്ലം. എത്ര നീളമുണ്ടതിന്? ഏകദേശം 1180.5 മീറ്റർ നീളമുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. 1180 മീറ്റർ. ഗംഭീരം. ഉം. ഇനി തിരിച്ച് നദികളിലേക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള നദി, അതായത് ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്ന നദി ഏതാണ്? അതും പെരിയാർ തന്നെയാണ്. ഏറ്റവും നീളം കൂടിയ നദിയും ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദിയും പെരിയാറാണ്. എന്തുകൊണ്ടാണ് പെരിയാറിൽ ഇത്രയധികം വെള്ളം? അതിന് പല കാരണങ്ങളുണ്ട്. നല്ല നീളമുണ്ട്, പിന്നെ വലിയൊരു തടപ്രദേശം, കാച്ച്മെന്റ് ഏരിയ ഉണ്ട്, ഒരുപാട് പോഷക നദികളുണ്ട്. ഇതൊക്കെ കൊണ്ടാണ്. ശരി. അപ്പോ ജലസേചനത്തിന്റെ കാര്യം നോക്കിയാലോ? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, ഇറിഗേഷൻ പ്രോജക്റ്റ് ഏതാണ്? അത് കല്ലട പദ്ധതിയാണ്, കൊല്ലം ജില്ലയിൽ. കല്ലട. അതെ, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ കൃഷിക്കൊക്കെ പ്രധാനമായിട്ടും വെള്ളം കൊടുക്കുന്നത് ഈ പദ്ധതിയിൽ നിന്നാണ്. ഓക്കെ. ഇനി ഈ ഡാമുകളുടെ കാര്യം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ഡാമുകളുടെ കാര്യത്തില് സംഭരണശേഷി വെച്ച് നോക്കിയാൽ മലമ്പുഴ ഡാമാണ് ഏറ്റവും വലുത്. മലമ്പുഴ, പാലക്കാട് ജില്ലയിലല്ലേ? അതെ. പക്ഷേ ഉയരം കൊണ്ടും വൈദ്യുതി ഉൽപ്പാദനം കൊണ്ടും നോക്കിയാൽ ഇടുക്കി ഡാമാണ് വലുത്. പക്ഷേ ജലസേചനത്തിനുള്ള സംഭരണശേഷി ഏറ്റവും കൂടുതൽ മലമ്പുഴയ്ക്കാണ്. ആ വ്യത്യാസം മനസ്സിലായി. ഇനി വന്യജീവി സങ്കേതങ്ങൾ. ഏറ്റവും വലുതേതാണ്? ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്, ഇടുക്കി ജില്ലയിൽ. പെരിയാർ. ഇതൊരു ടൈഗർ റിസർവ് കൂടിയല്ലേ? അതെ, 1934 സ്ഥാപിച്ചതാണ്. ആനകൾക്കും പേരുകേട്ടതാണ്. അതോടൊപ്പം ഇതൊരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. അപ്പോ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? ഏറ്റവും ചെറുത് മംഗളവനമാണ്, എറണാകുളം ജില്ലയിൽ. മംഗളവനം. ഇതൊരു പക്ഷി സങ്കേതം കൂടിയല്ലേ? അതെ, കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു കണ്ടൽക്കാടാണിത്. അതുകൊണ്ട് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും പക്ഷി സങ്കേതവും മംഗളവനമാണ്. കൊച്ചി നഗരത്തിനുള്ളില് ഒരു വന്യജീവി സങ്കേതം. കൊള്ളാം. ഇനി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലേക്ക് വരാം. കേരള ഹൈക്കോടതി രൂപം കൊണ്ടതെന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞോ? ഇല്ലെന്ന് തോന്നുന്നു. അത് സംസ്ഥാനം രൂപീകരിച്ച അതേ ദിവസം തന്നെയാണ്, 1956 നവംബർ 1. 1956 നവംബർ 1. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം കൊച്ചിയിലാണ്. ഇത് കേരളത്തിനും ലക്ഷദ്വീപിനും കൂടിയുള്ള ഹൈക്കോടതിയാണ്. ഓ, കേരളത്തിനും ലക്ഷദ്വീപിനും. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരായിരുന്നു? അത് ജസ്റ്റിസ് അന്ന ചാണ്ടിയാണ്. ജസ്റ്റിസ് അന്ന ചാണ്ടി. അതെ, അവർക്ക് വേറെയും പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ജഡ്ജി 1937 മുൻസിഫായി അവരായിരുന്നു. പിന്നെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിമാരിൽ ഒരാളുമായിരുന്നു. ഗംഭീരം. ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി. ഓക്കെ. അപ്പോ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. KT കോശി. അതെ, സംസ്ഥാനം രൂപീകരിച്ച ശേഷം നിയമിതനായ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി നമ്മുടെ മണ്ണിനെക്കുറിച്ചൊരു ചോദ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? അത് ലാറ്ററൈറ്റ് മണ്ണാണ്. നമ്മൾ ചെങ്കൽ മണ്ണെന്നൊക്കെ പറയില്ലേ, അതാണ്. ചെങ്കൽ മണ്ണ്. ഇത് എന്ത് തരം കൃഷിക്കാണ് അനുയോജ്യം? ഈ മണ്ണ് സാധാരണയായി കശുവണ്ടി, മരച്ചീനി, റബ്ബർ തുടങ്ങിയ വിളകൾക്കൊക്കെ നല്ലതാണ്. ഓക്കെ. ഇനി കൊടുമുടികളിലേക്ക് തിരിച്ചു പോകാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ പറഞ്ഞു, ആനമുടി. എത്രയായിരുന്നു ഉയരം? 2695 മീറ്റർ. 2695 മീറ്റർ. ഇത് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതാണെന്നും പറഞ്ഞല്ലോ. അതെ, വെസ്റ്റേൺ ഘാട്സിലെ ഏറ്റവും ഹൈയസ്റ്റ് പീക്കാണ് ആനമുടി. ശരി. ഇനി ദേശീയോദ്യാനങ്ങളിലേക്ക്. നാഷണൽ പാർക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഏറ്റവും വലുത് ഇരവികുളം നാഷണൽ പാർക്കാണ്. അതും ഇടുക്കി ജില്ലയിൽ തന്നെ. ഇരവികുളം വരയാടുകൾക്ക് പ്രസിദ്ധമാണല്ലേ? അതെ, വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ
അതായത് വരയാടുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവാസ കേന്ദ്രമാണ് ഇരവികുളം. അപ്പോ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഏറ്റവും ചെറുത് പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. ഇതും ഇടുക്കിയിലാണോ? അതെ, ഇടുക്കി ജില്ലയില് വട്ടവട എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി പക്ഷി സങ്കേതങ്ങളിലേക്ക് വരാം. ഏറ്റവും വലുതേതാണ്? ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. തട്ടേക്കാട്. ഇത് സ്ഥാപിച്ചത് ആരാണെന്നാണ് പറഞ്ഞത്? പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സാലിം അലി. ഡോക്ടർ സാലിം അലി. ഓക്കെ, അപ്പോ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം നമ്മൾ നേരത്തെ പറഞ്ഞോ? പറഞ്ഞല്ലോ, മംഗളവനം. മംഗളവനം, എറണാകുളത്ത്. അതെ, പലതരം ദേശാടന പക്ഷികളൊക്കെ വരുന്നൊരിടമാണ്. ശരി, ഇനി വനം ഡിവിഷനുകൾ. ഏറ്റവും വലുതേതാണ്? ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നിയാണ്, പത്തനംതിട്ട ജില്ലയിൽ. റാന്നി. അതെ, റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ അതിന്റെ വലിയ വനമേഖലയ്ക്ക്, പ്രത്യേകിച്ച് നിത്യഹരിത വനങ്ങൾക്കൊക്കെ പേരുകേട്ടതാണ്. അപ്പൊ ഏറ്റവും ചെറിയ വനം ഡിവിഷൻ? ഏറ്റവും ചെറുത് ആറളമാണ്, കണ്ണൂർ ജില്ലയിൽ. ആറളം, കണ്ണൂർ. ഓക്കെ, ഇനി വീണ്ടും റെയിൽവേ. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? പ്ലാറ്റ്ഫോം അല്ല, സ്റ്റേഷൻ. ഏറ്റവും വലിയ സ്റ്റേഷൻ, അതായത് ജംഗ്ഷൻ, ഷൊർണൂരാണ്. ഷൊർണൂർ. എന്താണ് അതിന്റെ പ്രത്യേകത? കേരളത്തിലെ 4 പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾ വന്ന് ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഷൊർണൂർ. ഓക്കെ, 4 ലൈനുകൾ ചേരുന്ന സ്ഥലം. അപ്പൊ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ്? റെയിൽവേ ഡിവിഷനുകളിൽ ഏറ്റവും വലുത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. എത്ര ദൂരം വരും ഈ ഡിവിഷന് കീഴിൽ? ഏകദേശം ഒരു 624 കിലോമീറ്റർ റെയിൽപാത ഈ ഡിവിഷന്റെ കീഴിലുണ്ട്. ഇനി ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കാം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? മലപ്പുറം. മലപ്പുറം. അതെ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജനന നിരക്കുള്ള ജില്ലയും മലപ്പുറമാണ്. ഓക്കെ, ഇനി ജലവൈദ്യുത പദ്ധതികളിലേക്ക് വരാം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏതാണ്? ഏറ്റവും ചെറുത് മാട്ടുപ്പെട്ടിയാണ്. മാട്ടുപ്പെട്ടി. ഇടുക്കിയിലല്ലേ? അതെ, ഇടുക്കിയിൽ തന്നെ. ഇത് മൂന്നാറിലെ ജലവൈദ്യുത പദ്ധതി ശൃംഖലയുടെ ഭാഗമാണ്. അപ്പോ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ഇടുക്കി പദ്ധതി തന്നെയാണ്. ഇടുക്കി. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇടുക്കി ആർച്ച് ഡാം ഒക്കെ ഈ വലിയ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ശരി, ഇനി ഭരണപരമായ യൂണിറ്റുകളിലേക്ക് വരാം. താലൂക്കുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്, മലപ്പുറം ജില്ലയിൽ. ഏറനാട്, മലപ്പുറം. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ താലൂക്ക്? ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ്, കൊല്ലം ജില്ലയിൽ. കുന്നത്തൂർ, കൊല്ലം. ഓർക്കാൻ എളുപ്പമുണ്ട്. ഇനി പഞ്ചായത്തുകൾ. കേരളത്തില് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? അതും മലപ്പുറം തന്നെയാണ്. വീണ്ടും മലപ്പുറം. അതെ, ഉയർന്ന ജനസംഖ്യ ഉണ്ടല്ലോ, പിന്നെ ഭരണപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ശരി, അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ജില്ലയല്ല, പഞ്ചായത്ത്. ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമിളിയാണ്, ഇടുക്കി ജില്ലയില്. കുമിളി ഇതൊരു ടൂറിസ്റ്റ് സ്ഥലം കൂടിയല്ലേ? അതെ, പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പിന്നെ സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രം കൂടിയാണ്. തേക്കടിയൊക്കെ അവിടെ അടുത്താണല്ലോ. ശരിയാണ്. അപ്പോ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഏറ്റവും ചെറുത് വളപട്ടണമാണ്, കണ്ണൂർ ജില്ലയില്. വളപട്ടണം, കണ്ണൂർ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ഭരണ യൂണിറ്റുകളിലൊന്നാണ്. ഇനി കേരളത്തിലെ പ്രകൃതി ഭംഗി കൂട്ടുന്ന ഒന്നാണല്ലോ വെള്ളച്ചാട്ടങ്ങൾ. ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അത് അതിരപ്പള്ളിയാണ്. അതിരപ്പള്ളി. ഇന്ത്യയുടെ നയാഗ്ര എന്നൊക്കെ പറയാറുണ്ടല്ലേ? അതെ, അങ്ങനെയും പറയാറുണ്ട്. ചാലക്കുടി പുഴയിലാണിത്. ശരി, ഇനി ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇരവികുളം. അതെ, ഇരവികുളം. ഏകദേശം 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ടതിന്. ഓക്കെ, ഇനി മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. ഏറ്റവും വലുതേതാണ്? ഏറ്റവും വലിയ കോർപ്പറേഷൻ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. അതെ, 1940 തന്നെ കോർപ്പറേഷനായി മാറിയതാണ്. ശരി, ഇനി റോഡുകളിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈവേ ഏതാണ്, അല്ലെങ്കിൽ നീളം കൂടിയത്? പഴയ കണക്കനുസരിച്ച് NH-17 ആയിരുന്നു. ഏകദേശം 421 കിലോമീറ്റർ കേരളത്തിലൂടെ പോകുന്നുണ്ടായിരുന്നു. NH-17. ഇതിപ്പോ മാറിയില്ലേ? അതെ, ഇപ്പോൾ ദേശീയപാതകളുടെ നമ്പറൊക്കെ മാറ്റി. NH-17ന്റെ ഭൂരിഭാഗവും ഇപ്പോൾ NH-66ന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോ നിലവിൽ NH-66 ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നീളം കൂടിയതുമായ പാതകളിലൊന്ന്. അതെ, പനവേൽ മുതൽ കന്യാകുമാരി വരെ പോകുന്ന ഈ പാത കേരളത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ശരി, ഇനി കോട്ടകളിലേക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? അത് ബേക്കൽ കോട്ടയാണ്, കാസർഗോഡ് ജില്ലയിൽ. ബേക്കൽ കോട്ട സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതെ, കേരളത്തിലെ ഏറ്റവും വലുതും അതുപോലെ നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു കോട്ടയാണ് ബേക്കൽ. കൊള്ളാം. ഇനി റെയിൽവേയിലേക്ക് ഒന്നുകൂടി.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാത ഏതാണ്? നിലവിൽ വല്ലാർപാടം റെയിൽവേ ലിങ്കാണ് ഏറ്റവും നീളം കൂടിയത്. വല്ലാർപാടം റെയിൽവേ ലിങ്ക്. എന്താണ് ഇതിന്റെ ഉപയോഗം? ഇത് വല്ലാർപാടത്തുള്ള ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലില് പ്രധാന റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ്. ഓക്കെ, ചരക്ക് നീക്കത്തിന് വേണ്ടിയുള്ളത്. അതെ. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണെന്ന് നമ്മൾ പറഞ്ഞു. അതെ, മലപ്പുറം. അപ്പൊ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഏറ്റവും കുറവ് വയനാടാണ്. വയനാട്. എന്തായിരിക്കും കാരണം? പ്രധാനമായും വലിയൊരു ഭാഗം വനമേഖലയാണ്, പിന്നെ മലമ്പ്രദേശങ്ങളാണ്. അതുകൊണ്ടൊക്കെയാവാം ജനസാന്ദ്രത കുറയാൻ കാരണം. ശരി. ഇനി കൊടുമുടികളുടെ കാര്യത്തിൽ ഒരു ചോദ്യം. ഏറ്റവും ഉയരം കുറഞ്ഞ കൊടുമുടി എന്നാണോ ചോദിക്കേണ്ടത്, അതോ രണ്ടാമത്തെ ഉയരം കൂടിയതോ? രണ്ടാമത്തെ ഉയരം കൂടിയത് ഏതാണെന്ന് ചോദിക്കാം. അതാണ് മീശപ്പുലിമല. മീശപ്പുലിമല ട്രെക്കിങ്ങിനൊക്കെ ആളുകൾ പോകുന്ന സ്ഥലമല്ലേ? അതെ. ആനമുടി കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഇതാണ്. ഏകദേശം 2640 മീറ്റർ ഉയരം. കൊള്ളാം. ഇനി വനപ്രദേശത്തിന്റെ കാര്യം. വനപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. ഇടുക്കി. അതെ, വിസ്തീർണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ലയോ? അത് ആലപ്പുഴയാണ്. എന്തുകൊണ്ടായിരിക്കും? ആലപ്പുഴ ഒരു തീരദേശ ജില്ലയാണല്ലോ. പിന്നെ കൃഷിയൊക്കെ ഒരുപാട് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വനമേഖല വളരെ കുറവാണ്. ശരി. ഇനി കടൽ തീരം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് കണ്ണൂർ ജില്ലയ്ക്കാണ്. കണ്ണൂർ. അതെ, നീണ്ടതും തുടർച്ചയായതുമായ ബീച്ചുകൾ കണ്ണൂരിലുണ്ട്. അപ്പോ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറവ് കൊല്ലം ജില്ലയ്ക്കാണ്. കൊല്ലം. അതെന്താ? കൊല്ലത്ത് അഷ്ടമുടിക്കായൽ വലിയൊരു ഭാഗം തീരത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് നേരിട്ടുള്ള കടൽത്തീരം താരതമ്യേന കുറവാണ്. ഓഹോ, അതാണ് കാര്യം. ഇനി നദികൾ. ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. കാസർഗോഡ്. 7 നദികളുടെ നാട് എന്നൊക്കെ പറയാറുണ്ടോ? അതെ, അങ്ങനെ ഒരു വിശേഷണം കാസർഗോഡിനുണ്ട്. ഒരുപാട് ചെറിയ പുഴകളും തോടുകളും അവിടെയുണ്ട്. കൊള്ളാം. ഇനി ചില ഏക കാര്യങ്ങൾ ചോദിക്കട്ടെ. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഏതാണ്? അത് ഇടമലക്കുടിയാണ്, ഇടുക്കി ജില്ലയിൽ. ഇടമലക്കുടി. അതെ, വനത്തിനുള്ളിൽ ആദിവാസി വിഭാഗക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു പഞ്ചായത്താണിത്. ഓക്കെ. ഇനി കേരളത്തിലെ ഏക കാന്റോൺമെന്റ് എവിടെയാണ്? അത് കണ്ണൂരാണ്. കണ്ണൂർ കാന്റോൺമെന്റ്. എന്താണ് കാന്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ? സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായ സൈനിക കേന്ദ്രം, പട്ടാളക്കാരുടെ താമസവും മറ്റുമുള്ളൊരു പ്രദേശം. അതാണ് കന്റോൺമെന്റ്. ശരി. ഇനി ഭൂമിശാസ്ത്രപരമായ ഒന്നുകൂടി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി, പ്ലാറ്റോ, ഏതാണ്? അത് വയനാടാണ്. വയനാട് ഒരു പീഠഭൂമിയാണോ? അതെ, പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് താരതമ്യേന നിരപ്പായ ഉയർന്ന പ്രദേശം. അതാണ് വയനാട് പീഠഭൂമി. കൊള്ളാം. ഇനി ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ചില കാര്യങ്ങൾ. ഇന്ത്യയിൽ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളം തന്നെ. കേരളം. അതെ, സാക്ഷരതാ നിരക്കിൽ സ്ഥിരമായിട്ട് കേരളം 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്ന പദവിയും കേരളത്തിനല്ലേ? അതെ, 2016-ലാണ് കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. ഗംഭീരം. ഇനി തിരിച്ച് 1-ാം കേരള മന്ത്രിസഭയിലേക്ക് പോകാം. അതിൽ ആകെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? ആദ്യത്തെ മന്ത്രിസഭയിൽ ആകെ 11 പേരാണ് ഉണ്ടായിരുന്നത്. 11 പേർ. അതെ, മുഖ്യമന്ത്രി EMS-ഉം മറ്റു 10 മന്ത്രിമാരും. ഓക്കെ. അപ്പൊ ആ മന്ത്രിസഭയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ C. അച്യുതമേനോനായിരുന്നു. C. അച്യുതമേനോൻ. അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായില്ലേ? അതെ, 1969 മുതൽ 77 വരെ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശരി. ഇനി സ്ത്രീ പുരുഷ അനുപാതം, സെക്സ് റേഷ്യോ, അത് ഏറ്റവും കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കിൽ കണ്ണൂർ. ഓക്കെ. ഇനി ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണമെന്ന് വിശേഷിപ്പിക്കാവുന്നത് ഏതാണ്? അത് കോഴിക്കോടാണ്. കോഴിക്കോട്. സാമൂതിരിമാരുടെ നാട്. അതെ, ശക്തരായ സാമൂതിരിമാരുടെ തലസ്ഥാനമായിരുന്നു. പുരാതന കാലം മുതലേ ഒരു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രവുമായിരുന്നു കോഴിക്കോട്. ശരി. ഇനി കൃഷിയുടെ കാര്യത്തിലൊരു വ്യത്യസ്തമായ ചോദ്യം. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പുകയില കൃഷി ചെയ്യുന്നത് പ്രധാനമായും കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ്. അതെ,
അവിടുത്തെ വടക്കൻ പ്രദേശങ്ങളിൽ കർണാടകയുടെ അടുത്തുള്ള ഭാഗങ്ങളിലാണ് പുകയില കൃഷി കുറച്ചെങ്കിലും കാണുന്നത്. ഓഹോ, അത് പുതിയ അറിവാണ്. ഇനി വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് പക്ഷെ കേരളത്തിലൂടെ അല്ലാതെ കർണാടകത്തിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു നദി, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്ന്. അത് കബനി നദിയാണ്. കബനി. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലൊന്നാണിത്. ഇത് വയനാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് പോയി കാവേരി നദിയിൽ ചേരുന്നു. ശരി. ഇനി മലയാള ഭാഷയ്ക്ക് തന്നെയുള്ള ഒരു സ്ഥാപനം, മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷമേതാണ്? അത് 2012 നവംബർ 1-നാണ്. മറ്റൊരു കേരളപ്പിറവി ദിനത്തിൽ. 2012 നവംബർ 1. എന്തിനാണ് ഇത് സ്ഥാപിച്ചത്? പ്രധാനമായും മലയാള ഭാഷയെയും നമ്മുടെ സംസ്കാരത്തെയുമൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഗവേഷണങ്ങൾ നടത്താനും വേണ്ടിയാണ്. ഈ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? അത് തിരൂരാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛന്റെ നാടല്ലേ? അതെ, മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ പറയുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥലമായതുകൊണ്ടാണ് തിരൂർ ആസ്ഥാനമായി തെരഞ്ഞെടുത്തത്. കൊള്ളാം. ഇനി സാക്ഷരതയുടെ കാര്യത്തിൽ ഒന്നുകൂടി. കേരളത്തിൽ മൊത്തത്തിൽ സാക്ഷരത കൂടുതലാണ്. എന്നാൽ ജില്ലകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏതാണ്? ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ജില്ലയായി കണക്കാക്കുന്നത് കോട്ടയമാണ്. കോട്ടയം അക്ഷരനഗരി എന്നൊക്കെ പറയുമല്ലേ? അതെ, പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ കോട്ടയം മുന്നിലാണ്. ശരി. ഇനി വളരെ പ്രശസ്തമായ ഒരു വിശേഷണം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലമേതാണ്? അത് നമ്മുടെ കേരളം തന്നെ. ഗോഡ്സ് ഓൺ കൺട്രി. കേരളം. ഇതൊരു ടൂറിസം പരസ്യവാചകമായി തുടങ്ങിയതാണല്ലേ? അതെ, കേരള ടൂറിസത്തിന്റെ വളരെ വിജയകരമായൊരു ടാഗ്ലൈനാണിത്. ലോകം മുഴുവൻ ഇത് പ്രശസ്തമായി. ശരിയാണ്. ഇനി കേരള നവോത്ഥാന ചരിത്രത്തിലേക്ക് വരാം. അതിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതെ, 19-ാം നൂറ്റാണ്ടിൽ താഴ്ന്ന ജാതിക്കാരെന്ന് കണക്കാക്കപ്പെട്ടിരുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. ഓക്കെ. ഇനി കേരള ഗാനം, ജയ ജയ കോമള കേരളധരണി, ഇത് രചിച്ചതാരാണ്? ഇത് രചിച്ചത് ബോധേശ്വരനാണ്. ബോധേശ്വരൻ. അതെ, ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിച്ചിട്ടുള്ളത്. ശരി. ഇനി ആദ്യ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രി, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അത് ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു. മുണ്ടശ്ശേരി മാസ്റ്റർ. അതെ, അദ്ദേഹം 1957 അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ അക്കാലത്ത് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. ശരിയാണ്. ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേരെന്താണ്? അതിന്റെ പേര് ക്ലിഫ് ഹൗസ് എന്നാണ്. ക്ലിഫ് ഹൗസ് എവിടെയാണിത്? തിരുവനന്തപുരത്താണ് ക്ലിഫ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്, നന്ദൻകോട് എന്ന സ്ഥലത്ത്. ഓക്കെ. ഇനി നഗരസഭകളുടെ എണ്ണം, ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. എന്തുകൊണ്ടാണ് അവിടെ കുറവ്? ഇടുക്കി കൂടുതലും മലമ്പ്രദേശമാണല്ലോ, ഗ്രാമീണ സ്വഭാവം കൂടുതലുള്ള ജില്ലയാണ്. അതുകൊണ്ടാണ് നഗരസഭകളുടെ എണ്ണം കുറവായിരിക്കുന്നത്. ശരി. ഇനി 2 തലസ്ഥാനങ്ങളെക്കുറിച്ച് ചോദിക്കാം. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമെന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഏത് നഗരമാണ്? അത് എറണാകുളമാണ്, പ്രത്യേകിച്ച് കൊച്ചി. എറണാകുളം, കൊച്ചി. അതെ, കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും തുറമുഖവുമെല്ലാം കൊച്ചിയാണല്ലോ. അപ്പോ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ, പൂരങ്ങളുടെ നാട്. അതെ, തൃശ്ശൂർ പൂരം മാത്രമല്ല, കേരള കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളും മറ്റ് കലാസാംസ്കാരിക കേന്ദ്രങ്ങളുമൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്. ശരി. ഇനി നദികളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ്, റിവർ ഐലൻഡ് ഏതാണ്? അത് വയനാട് ജില്ലയിലെ കുറുവദ്വീപാണ്. കുറുവദ്വീപ്. ഏത് നദിയിലാണിത്? ഇത് കബനി നദിയിലാണ്. ജനവാസമില്ലാത്ത പല ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടമാണിത്. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഓക്കെ. ഇനി നമ്മുടെ ഔദ്യോഗിക ഫലം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? അത് ചക്കയാണ്. ചക്ക. എപ്പോഴാണ് ഇതിനെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത്? 2018-ലാണ് ചക്കയെ കേരളത്തിന്റെ ഒഫീഷ്യൽ ഫ്രൂട്ടായിട്ട് പ്രഖ്യാപിക്കുന്നത്. കൊള്ളാം. ഇനി കേരള ഭാഷാ പ്രതിജ്ഞ, ഇത് എഴുതിയ വ്യക്തി ആരാണ്? അത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരാണ്. MT. അതെ, മലയാള ഭാഷയോടുള്ള സ്നേഹവും അഭിമാനവും ഒക്കെ വളർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ പ്രതിജ്ഞ. ശരി. ഇനി ചരിത്രപുരുഷന്മാരിലേക്ക് വീണ്ടും. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് പഴശ്ശിരാജയാണ്. കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജ. അതെ,
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ധീരമായി പോരാടിയ, പ്രത്യേകിച്ച് ഒളിപ്പോരിലൂടെയൊക്കെ യുദ്ധം ചെയ്ത ഒരു ഭരണാധികാരിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. അതെ. കേരളത്തിലെ സാമൂഹികവും മതപരവുമായ പരിഷ്കരണങ്ങൾക്ക്, നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ശരിയാണ്. ഇനി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? അതും EMS നമ്പൂതിരിപ്പാട് തന്നെയാണ്. വീണ്ടും EMS. അതെ. അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടുള്ള തപാൽ സ്റ്റാമ്പ് 2001 പുറത്തിറങ്ങിയത്. ഓക്കെ. ഇനി കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം, കേരളത്തിലെ ഏക മഴ നിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൻ ഏതാണ്? അത് ചിന്നാറാണ്, ഇടുക്കി ജില്ലയിൽ. കാറ്റ് മലകളിൽ തട്ടി പെയ്യുമ്പോൾ ഈ പ്രദേശത്ത് കാര്യമായ മഴ കിട്ടില്ല. വളരെ കുറഞ്ഞ മഴ മാത്രം ലഭിക്കുന്ന ഒരു വരണ്ട പ്രദേശമാണിത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശം. ഓഹോ, അതാണ് ചിന്നാർ. ശരി. ഇനി കേരളത്തിന്റെ കവാടം, ഗേറ്റ്വേ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അതും കൊച്ചിയാണ്. കൊച്ചി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പണ്ട് മുതലേ കേരളത്തിലേക്കുള്ള പ്രധാന പ്രവേശനമാർഗം കൊച്ചി തുറമുഖം വഴിയായിരുന്നല്ലോ. പ്രധാന വാണിജ്യ കേന്ദ്രവും അന്താരാഷ്ട്ര വിമാനത്താവളവുമെല്ലാം ഉള്ളതുകൊണ്ട് ഇന്നും കേരളത്തിലേക്കുള്ള ഒരു കവാടമായി കൊച്ചിയെ കണക്കാക്കുന്നു. ശരി. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ജില്ല ഏതാണ്? അത് സാധാരണയായി പാലക്കാടാണ്. പാലക്കാട് ചുരമൊക്കെ ഉള്ളതുകൊണ്ടാണോ? അതെ. ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റും മറ്റുമടിച്ച് അവിടെ താരതമ്യേന ഉയർന്ന ചൂടനുഭവപ്പെടാറുണ്ട്. ഓക്കെ. അവസാനമായ ഒരു റെയിൽവേ ചോദ്യം കൂടി. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടിപ്പാത നിലവിൽ വന്നത് ഏത് റൂട്ടിലാണ്? അത് ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. ബേപ്പൂർ തിരൂർ. ഏതു വർഷം? 1861 മദ്രാസ് റെയിൽവേ കമ്പനിയാണ് അന്ന് ഈ പാത നിർമ്മിച്ചത്. 1861. കൊള്ളാം. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ? അതെ. കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ സ്പർശിച്ചുവെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ അറിവുകളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇനിയും കൂടുതൽ പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിജയം തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാകും. മിടുക്കരായിരിക്കുക.